നാട്ടുകാരായ നമുക്ക് ആളിനാവിനോട് ജാതിനോട് ഹൃദയം ചേർന്ന് നിൽക്കുന്ന നമുക്ക് ബഹുമാനപ്പെട്ട KT മുസ്ലിയാരെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. നമ്മുടെ മഹല്ലുകളിലുൾപ്പെടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വിവിധങ്ങളാകുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളുടെ മഹല്ലുകളുടെ കാവലിയായിരുന്ന അതിനൊക്കെ മുഖ്യ കാര്യദർശിയായി മുന്നിൽ നിന്നിരുന്ന മഹാനാകുന്ന KT മുസ്ലിയാർ ഈ ആയത്തിനെ അനുധാവനം ചെയ്തത് ജീവിച്ച് വിട പറഞ്ഞുപോയ കർമ്മയോഗിയാണെന്നതിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോലും എതിർത്തു പറയാനാകില്ലെന്നത് തീർച്ചയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വഫാത്തിലും ഉസ്താദ് വിളിച്ചു ചേർത്ത അദ്ദേഹം സ്വാഗത സംഘം ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ജമഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ സുവർണ്ണ ജൂബിലി മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്ന ഘട്ടം താൻ വിളിച്ചു ചേർത്ത ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോ അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റാം. അന്ന് ആംബുലൻസിലേക്ക് കയറ്റിയപ്പോ ഉസ്താദ് ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഏറെ മാറ്റുന്ന മുഖർവേൽ ഈ വിനീതൻ ഇങ്ങോട്ട് ഭൂമിയുടെ തൊട്ടു മുമ്പ് നിന്ന മഹലിന്റെ പ്രസിഡന്റാണ്. ഇന്ന് രാവിലെ വിലമ്പുഴ അതിനെ ഞാൻ വിളിച്ച് മുപ്പരെ പോലീസ് റെക്കോർഡുണ്ട്. ആ റെക്കോർഡിന്റെ അടുത്ത് തെളിവുണ്ട്. മുപ്പരിൽ അദ്ദേഹം ഉസ്താദിന്റെ ദേഹാസ്വസ്ഥത അനുഭവിച്ച നേരത്തെ ആംബുലൻസിലേക്ക് കയറ്റി അങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയാണ് കൊടുത്തിരുന്നത്. കരിമ പല തവണ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തിൽ അവർ വിട പറഞ്ഞു പോയി എന്ന് മാത്രമല്ല, മഹാനാകുന്ന KT മുസ്ലിയാരെ ജനലക്ഷങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ താൻ വിളിച്ചു ചേർത്ത ദശലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ആ കൂടി നിൽക്കുന്ന ജനലക്ഷങ്ങൾ മുഴുവനും മഹാനാകുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് KT മുസ്ലിയാർക്ക് ജനാസ നിസ്കരിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ഇത്രയും മനോഹരമായ ഒരു മരണം അത് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നത് മുത്തഖീങ്ങൾക്കാണ്. അങ്ങനെ ഒരു മനോഹരമായ മരണം ഉണ്ടാകുന്നത് ഈ അടുത്താണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും. അല്ലാഹു അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുത്താൻ കഴിയട്ടെ.